ഈ കാണുന്ന വൈറൽ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ കഴിച്ചിട്ടായിരിക്കും ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഡിന്നർ വൈൻഡപ്പ് ചെയ്യണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെൽക്കം ഡ്രിങ്കിന്റെ പ്രസന്റേഷൻ തൊട്ട് സ്റ്റാർട്ടേഴ്സിന്റെയും മെയിൻ കോഴ്സിന്റെയും ക്വാളിറ്റിയും യൂണീക്നെസ്സും എല്ലാ കാലവും ഒരുപോലെ നിലനിർത്തിയിട്ടുള്ള കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച ഡിഷുകളുടെ പേര് പറയുമ്പോൾ നിങ്ങളത് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പേരുകളായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. മൾട്ടി ഫ്യൂഷൻ ക്യൂസിൻ അതാണ് ഇവരുടെ മെയിൻ. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ട്രൈ ചെയ്തത് തായ് മാംഗോ സാലഡ്, ഓൺ ട്രീ പ്രോൺസ്, കോക്കനട്ട് ഗ്രിൽഡ് ചിക്കൻ. മെയിൻ കോഴ്സ് ആയിട്ട് കപ്പ ചിക്കൻ ചമ്മന്തി, സൽസ റോസ ചിക്കൻ പാസ്ത, പാഡ് തായ് നൂഡിൽ, അറബിക് സൈഡിൽ നിന്ന് അൽഫാമും, പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കേരള പൊറോട്ടയും ബീഫ് വറ്റിച്ചതും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എല്ലാ തരത്തിലുള്ള ക്യൂസീൻസും അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഫ്യൂഷൻസും. ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് ഡിഷസ് കൊടുക്കുന്ന കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഗ്രാൻഡ് ഓൺട്രിയിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഗ്രാൻഡ് ഓൺട്രി. പാരന്റ്സ് ആയിട്ട് പോയതുകൊണ്ടും എല്ലാ ഡിഷുകളും അവരും ട്രൈ ചെയ്തതുകൊണ്ടും അവർക്കും എല്ലാ ഡിഷുകളും ഇഷ്ടപ്പെട്ടതുകൊണ്ടും എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു റെസ്റ്റോറന്റ് ആയിരിക്കും ഇത്. ഹെവി മീലൊക്കെ കഴിഞ്ഞ് ഡെസേർട്ട് ആയിട്ട് ഞങ്ങൾ കഴിച്ചതാണ് ഞാൻ ആദ്യം കാണിച്ച മാംഗോ സ്റ്റിക്കി റൈസും ചീസ് കുനാഫയും. കഴിഞ്ഞ 4 വർഷമായിട്ട് ഗ്രാൻഡ് ഓൺട്രി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 150-ലധികം സീറ്റ് കപ്പാസിറ്റി ഉള്ള ഇത്രയും ആംബിയൻസ് ഉള്ള കലക്കൻ റെസ്റ്റോറന്റ്. ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 12 മണി വരെ റെസ്റ്റോറന്റ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും പോയിട്ട് ട്രൈ ചെയ്യാം.